ഹായ് കുട്ടികളെ, നമസ്കാരം. നിങ്ങൾ പലരും നെർവസ് സിസ്റ്റത്തെ കുറിച്ച് കേട്ട് കാണുമായിരിക്കും. നമ്മുടെ നാഡി വ്യവസ്ഥ പല ബുക്സിലൂടെ ആണെങ്കിലും പല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലൂടെ ആണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് കേട്ട് കാണുമായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പൈനൽ കോഡിൻ്റെ ഒരു മോഡലാണ്. ഇത് നമ്മുടെ തലയുടെ ബേസാണ്, നമ്മുടെ സ്കളിൻ്റെ ബേസാണ്. അതിൽ താഴേട്ട് ഇറങ്ങി വരുന്നതാണ് ഈ വെർട്ടിബിൾ കോളംസ്. 33 വെർട്ടിബിൾ കോളംസ് ഉണ്ട്. This atom model is stable, isn't it? There is no possibility of fall of electron into the nucleus there. So this atom model is stable. 6 tooth ആണ് നമുക്ക് ഫ്രണ്ടിലത്തെ താഴത്തെ പല്ലുകളാണ്. ഒരു 6 വയസ്സാകുമ്പോൾ പോവും. പിന്നെ 12 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് വേറൊരു സെക്കൻഡ് മോളാർ റിപ്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 20 പല്ലാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഹാർട്ടിനെ പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ പറ്റി കുറച്ചുകൂടെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഹാർട്ട് അറ്റാക്ക്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്കോ ചിലപ്പം പേരൻസിനോ അങ്കിൾസിനോ ഒക്കെ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ വരാറുണ്ട്. ലിവർ അഥവാ കരൾ സ്ഥിരീകരിച്ചിരിക്കുന്ന വയറിൽ വാരിയലിൻ്റെ ഉള്ളിലാണ്, വലതേ ഭാഗം. അപ്പോൾ ഏകദേശം ലിവർ ഒരു 1.5 മുതൽ 2 kg വരെ ആണ് ലിവറിൻ്റെ വെയിറ്റ്. ലിവറിൻ്റെ വെയിറ്റ് നമ്മുടെ ബോഡിയുടെ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിവറിൻ്റെ വെയിറ്റ് വരിക. അപ്പോൾ പാരാതെർമോൺ ഈസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് എവിടെ കാണുക? തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ പുറകിൽ കാണുന്ന ഒരു ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. 1:4:2 ബ്രീത്തിങ് എന്ന് പറയും. എന്താണ് ഈ 1:4:2? 1 സെക്കൻഡ് സമയം കൊണ്ട് ശ്വാസം നീട്ടി നല്ല ശബ്ദത്തോടെ 2 മൂക്കിലൂടെയും അകത്തേക്ക് എടുക്കണം. ഒരു 4 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കണം വിടാതെ. 2 സെക്കൻഡ് സമയം കൊണ്ട് ഒട്ടും സൗണ്ട് ഇല്ലാതെ പതിയെ പുറത്തോട്ട് വിടണം. നിങ്ങളുടെ കുട്ടിക്കാലം കഴിഞ്ഞു, അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് നടന്ന ആ കാലം കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ വലിയ ആളായിട്ടുണ്ടോ? വലിയ ആളായിട്ടില്ല. അങ്ങനെ കുട്ടിക്കാലവും അല്ല, എന്നാൽ വലിയ ആളോ ആയിട്ടുമില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്ന പ്രായമാണ്. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ എന്ത് കാര്യത്തിലും വരാം. അപ്പം അങ്ങനെ ആരോഗ്യ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ വന്നാൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. 1953 DNA ഇരട്ട ഗോവണി മാതൃക ആരൊക്കെ പ്രസിദ്ധീകരിച്ചു? വാട്സണും ക്രിക്കും കൂടി മുന്നോട്ട് വെച്ചു. ഇതിന് 1962 അവർക്ക് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. പീരീഡ് വരാതിരിക്കുക, അല്ലെങ്കിൽ പീരീഡ് വന്നാൽ തീരെ ബ്ലീഡിങ് കുറവായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു മാസം തന്നെ തെറ്റി 2-3 തവണ പീരീഡ്സ് വരിക, അല്ലെങ്കിൽ പീരീഡിന് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കുറേ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യുവാനും കൂടുതൽ വിവരങ്ങൾക്കും ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ.